ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്നതും പരയ്ക്കുന്നതും എന്നെ സംബന്ധിച്ചോളം ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുക പരയ്ക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇഷ്ടമല്ലായിട്ടല്ല, ചിലപ്പം നമുക്ക് നേരം കിട്ടത്തില്ല. അന്നേരം നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ എല്ലാം റെഡിയാക്കാം. അന്നേരം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ചപ്പാത്തി കുഴച്ച് തന്നെയാണ്, കുഴച്ച് ഇത് ചേട്ടൻ കുഴച്ച് തന്നതാണ്, പരത്തിയെടുത്തു. അന്നേരം നമുക്ക് നാളത്തേക്കാണേലും ധൃതി പിടിച്ചൊക്കെ നമുക്ക് ചപ്പാത്തി ഇപ്പം പരത്തി കഴിഞ്ഞൊക്കെ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊക്കെ ചപ്പാത്തി പരത്തിയിട്ട് ഇതുപോലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കാണുമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ പാലിൻ്റെ കവറോ എന്തെങ്കിലും കവറുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ പിന്നെയും ചപ്പാത്തി ഇട്ട് കഴിഞ്ഞാൽ ചപ്പാത്തി ഒട്ടിപ്പിടിക്കാതിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും പാത്രത്തിനകത്ത് എന്തെങ്കിലും എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം ചപ്പാത്തി പെട്ടെന്ന് അങ്ങ് കുഴച്ച് പരത്തി എടുക്കുക എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അന്നേരം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ഇന്ന് ചേട്ടനാണ് ചപ്പാത്തി പരത്തുന്നത്. ഇന്നും വലത്ത് സൈഡിൽ കൂടെയാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്ന ജോലികളൊക്കെ നല്ല കുട്ടിയായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചപ്പാത്തി അന്നേരം ഇന്ന് പറഞ്ഞു ഞാൻ ചപ്പാത്തി കുഴച്ച് പരത്തി ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. അതുപോലൊക്കെ തന്നെ ചെയ്തു തന്നു കേട്ടോ. അന്നേരം ഇത് വേറൊരു ടിപ്സ്, നമ്മുടെ ഭർത്താക്കന്മാരെന്നല്ല ഭർത്താവൊക്കെ എന്താണ് ചെയ്യുന്നു, അവർ നല്ല വലത്ത് സൈഡ് നല്ല ഇത് ഒരു സ്വഭാവമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ജോലി ചെയ്യിപ്പിക്കുക അതെല്ലാം അങ്ങ് ചെയ്യിപ്പിക്കണം. തുണി നനപ്പിക്കുക, പാത്രം കഴിപ്പിക്കുക, ഞാനങ്ങനെ ഇതൊക്കെ ചെയ്യിക്കും. പക്ഷെ അതൊന്നും ചെയ്തു തന്നില്ല എന്ന് പറയത്തില്ല, തുണിയും നനച്ച് തന്നു കേട്ടോ. സത്യമായിട്ട് പറയണല്ലോ. അപ്പോൾ ചപ്പാത്തി കുഴച്ച് പരത്തി ഉണ്ടാക്കി തന്നു, മുട്ടത്തോരനും ഉണ്ടാക്കി, പിന്നെ തുണിയും കഴുകി തന്നു. എന്തല്ല സ്വഭാവമാണ്. പക്ഷെ ഇനി ഒരാഴ്ച വേണം ഇതുപോലൊക്കെ എന്തെങ്കിലും ചെയ്തു തരാം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നല്ല സ്വഭാവമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ജോലി ചെയ്യും അതെല്ലാം അങ്ങ് ചെയ്യിപ്പിച്ചേക്കണം കേട്ടോ. അന്നേരം പറഞ്ഞു വന്നത് അങ്ങ് മാറിപ്പോയി. അപ്പം നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇതാകുമ്പം ചപ്പാത്തി തമ്മിൽ ഒട്ടിപ്പൊത്തുമില്ല, നന്നായിട്ടിരിക്കും. ഞാൻ ചപ്പാത്തി പരത്തി കഴിഞ്ഞാൽ നല്ല റൗണ്ടായിട്ട് പരത്തതേ ഇല്ല. ഭൂപടത്തെക്കാട്ടിലും വ്യത്യസ്തമായിട്ടായിരിക്കും ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തുന്നത്. അന്നേരം നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്നത്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോയി നമ്മൾ പുറത്ത് പോയിട്ട് വരുവാണെങ്കിലേ പെട്ടെന്ന് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അന്നേരം നിങ്ങൾ ഈ ചാനലൊക്കെ ആദ്യമായിട്ടൊന്നും കാണണമെന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു കമൻറ്റ് ചെയ്ത് ലൈക്കും ചെയ്ത് ഹൈപ്പ് ചെയ്യണേ. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. പിന്നെ ഹാപ്പി ഓണം കേട്ടോ, അഡ്വാൻസ് ഹാപ്പി ഓണം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.